വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു 90% ആൾക്കാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നോ എന്ന് പറയാൻ പറ്റില്ല. അത്രയേറെ അപകടം നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാറ്റ് ലിവർ ഇല്ലാത്ത ആൾക്കാരെ കണ്ടെത്തൽ തന്നെ പ്രയാസമാണ്. പിന്നീടും ഫാറ്റ് ലിവർ കൂടുതൽ കൂടിയിട്ടുണ്ടാക്കുന്ന ആൾക്കാർ അതിലേറെയുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ലിവർ റീസെറ്റ് റെവല്യൂഷന് നമ്മൾ തയ്യാറാവുകയാണ്. ആദ്യം നമ്മൾ നമ്മുടെ കരളിനെ കരളേ കരളിൻ്റെ കരളേ ഒന്ന് പരിചയപ്പെട്ടാലോ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് ഈ കരൾ. കുറച്ച് പ്രായമൊക്കെ ആയ ഒരു വ്യക്തിയിൽ ഏകദേശം 1.2 തൊട്ട് 1.5 കിലോ വരെ തൂക്കേണ്ടതിന് വയറിൻ്റെ വലതുവശത്ത് മുകളിലുള്ള ഭാഗത്ത് നമ്മുടെ റിബ്സിന് താഴെയായിട്ട് നെഞ്ചെല്ലിന് താഴെയായി വളരെ ശക്തമായിട്ട് ഇരിക്കുകയാണ്. നമുക്കത് കാണാനാവില്ല, അത് ജോലി ചെയ്യുന്നത് അനുഭവിക്കാനും ആവില്ല. പക്ഷേ അതില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും അത് 24 hour ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിതിനെ ഒരു മിണ്ടാത്ത CEO എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമ്മുടെ ശരീരത്തെ ഒരു കമ്പനിയായിട്ട് കാണാം. അതിൻ്റെ ചെയർമാൻ ആരാണ്? അത് നമ്മുടെ മസ്തിഷ്കമാണ്. ഇതിൻ്റെ ഒരു പമ്പ് ഓപ്പറേറ്റർ ആരാണ്? അത് നമ്മുടെ ഹൃദയമാണ്. ഇതിൻ്റെ അടുക്കള ഏതാണ്? അത് നമ്മുടെ വയറാണ്. നമ്മുടെ ഈ ഒരു ശരീരത്തിൻ്റെ ശുചീകരണ വിഭാഗം ആരാണ്? അത് നമ്മുടെ വൃക്കകളാണ്. എന്നാൽ നമ്മളെ കരളോ? അതൊരു CEO ആണ്. നമ്മുടെ ധനകാര്യ മന്ത്രിയാണ്. നമ്മുടെ മാലിന്യ നിർമ്മാണ ഡയറക്ടറാണ്. നമ്മുടെ പവർ സ്റ്റേഷനാണ്. എല്ലാം ഒരാൾ തന്നെ. പക്ഷേ മറ്റ് CEOകൾക്ക് അവധിയെടുക്കാം. പക്ഷെ നമ്മുടെ ലിവറിന് ഈ CEO ഉണ്ടല്ലോ, ഒരു നിമിഷം പോലും അവധിയെടുക്കാൻ പറ്റൂല. നമ്മുടെ ശരീരത്തിൽ കരൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ്? ആദ്യത്തേത് ഇത് വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ മരുന്നുകൾ, എണ്ണയടങ്ങിയ ഭക്ഷണങ്ങൾ, മദ്യം, ഇതൊക്കെ പ്രോസസ്സ് ചെയ്യപ്പെടുന്നത് നമ്മുടെ കരളിലാണ്. നമ്മുടെ രക്തത്തിൽ പഞ്ചസാര നിയന്ത്രിക്കപ്പെടുന്നത് കരളാണ്. കാരണം എന്താണ്? നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന അമിത പഞ്ചസാര ഗ്ലൈക്കോജനായിട്ട് അവിടെ ശേഖരിച്ച് വെക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നിയന്ത്രിക്കുന്നതും ഈ കരളാണ്. അധികം പഞ്ചസാര എത്തിക്കഴിഞ്ഞാൽ എന്താവും? അത് കൊഴുപ്പായിട്ട് മാറും. ആ അധികം പഞ്ചസാര അപ്പം എന്താക്കും? നമ്മുടെ കരളിൽ ഒരുപാട് കൊഴുപ്പ് അടിയുന്ന സാഹചര്യം ഉണ്ടാക്കും. പിന്നെ കരൾ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി എന്താണ്? ഇത് പിത്തം നിർമ്മിക്കുന്നുള്ളതാണ്. നമ്മുടെ കൊഴുപ്പിനെ ജീർണിക്കാൻ സഹായിക്കുന്നൊരു സംഭവമാണ് ഈ പിത്തം. ഒരുപാട് വിറ്റാമിനുകൾ സംഭരിച്ച് വെക്കുന്നൊരു കേന്ദ്രം കൂടിയാണ് നമ്മുടെ ലിവർ, കരൾ. ഏതൊക്കെ? വൈറ്റമിൻ A, D, E, K, B12. പിന്നെ ഒരുപാട് പ്രധാനപ്പെട്ട പ്രോട്ടീനുകൾ നിർമ്മിക്കപ്പെടുന്നതും ലിവറിലാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു, പ്രതിരോധശേഷി വർദ്ധിക്കാൻ സഹായിക്കുന്നു, അല്ലേ? അപ്പോൾ എവിടെയാണ് പ്രശ്നം കിടക്കുന്നത്? കരൾ എന്ന് പറഞ്ഞാൽ വളരെ സഹിഷ്ണുതയുള്ളൊരു അവയവമാണ്. ആദ്യമൊന്നും ഇതൊരു പരാതിയും പറയൂല. വർഷങ്ങളോളം ഈ കേടുപാടുകളൊക്കെ സഹിച്ച് ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങുമ്പോഴേക്കും 30 തൊട്ട് 40% വരെ കേടുപാട് സംഭവിച്ചിട്ടുണ്ടാവും. അതിനാലാണ് നിശബ്ദനായ മഹാമാരി എന്ന് ഫാറ്റി ലിവറിനെ വിളിക്കുന്നത്. പലരും അവഗണിക്കുന്ന ആദ്യ ഘട്ടങ്ങളിലൊക്കെ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, പെട്ടെന്ന് തന്നെ ക്ഷീണിച്ച് പോവുക, വലതുവശത്ത് ചെറിയൊരു ഭാരം അനുഭവപ്പെടുക, വയറ് വളർന്നു വരിക, നമ്മുടെ മനസ്സിലായി കുടവേറുണ്ടാവുക, പഞ്ചസാരയുടെ അളവ് കുറച്ച് വർദ്ധിക്കുക, പിന്നെ SGPT കുറച്ച് ഉയർന്നു നിൽക്കുക. വേദന ഇല്ലാത്തതുകൊണ്ട് പലരും ഇതൊക്കെ അവഗണിക്കും. പലപ്പോഴും മനുഷ്യരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വേദനയെ മാത്രമേ ഗൗരവമായിട്ട് കാണുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ ഒരു മാലിന്യ നിർമ്മാണ സംവിധാനം ഉണ്ട് നോക്കുക. ഇത് ദിനംപ്രതി നമുക്ക് ഇങ്ങനെ മാലിന്യം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം അത് അടഞ്ഞു പോകുന്നു. അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുമോ? ഇല്ല. അത് പതുക്കെ പതുക്കെ അത് ബ്ലോക്ക് ചെയ്യും. കരളും അതുപോലെയാണ്. അപ്പോൾ നമ്മളെ നെറ്റ് ഒരു 10 സെക്കൻഡ് സ്ലോ ആയാൽ നമ്മൾ കോപിക്കും. നമ്മളൊന്ന് മനസ്സിലാക്കണം. പക്ഷെ നമ്മുടെ കരളിന് ദിവസവും ലോഡ് ചെയ്യുന്നത് രാത്രി വൈകി കഴിക്കുന്ന ജങ്ക് ഫുഡുകൾ, ബിരിയാണി, മന്തി, കോള, വ്യായാമമില്ല,
4 മണിക്കൂറോളം ഉറക്കം പറ്റ കുറവ്. ഇതിനു ശേഷവും നല്ലൊരു ഹൈ സ്പീഡ് പെർഫോമൻസ് നമ്മളുടെ കരളിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ പാവം കരൾ എന്ത് ചെയ്യാനാ? നമ്മളതിനെ കോലക്കേടാക്കിയില്ലേ? ഇപ്പോൾ കുറച്ച് പ്രാക്ടിക്കൽ ടിപ്പുകൾ പറഞ്ഞു തരാം. ഈ 3 കാര്യങ്ങൾ ഇന്ന് ചെയ്യാം. 2.5 ലിറ്റർ തൊട്ട് 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. ഒരു പഞ്ചസാര ഐറ്റം ഒഴിവാക്കുക. 20 മിനിറ്റ് നടക്കുക. വളരെ സിമ്പിളാണ്, പ്രായോഗികമാണ്, ഒരു ഡ്രാമയില്ല. ഇന്ന് മറ്റൊരു അസൈൻമെൻറ്റ് കൂടി തരിക കേട്ടോ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടെത്തി വെക്കണം. കാരണം നമുക്ക് ഈ കോഴ്സിൻ്റെ അവസാനമാകുമ്പോഴേക്ക് ഇത് വളരെ ആവശ്യമായിട്ട് വരും. നിങ്ങളുടെ ഭാരം എത്രയാണ്? നിങ്ങളുടെ അരയുടെ ചുറ്റളവ് എത്രയാണ്? SGBT അവസാനമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? പിന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ അളവ് എത്രയാണ്? നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിയുക എന്നത് തന്നെയാണ് ആദ്യത്തെ മരുന്ന്. ഓക്കെ.